Dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നോൺ കോഹറന്റ് NTA radar system ആണ്. സോ നമുക്ക് നമ്മളെ തൊട്ട് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ കോഹറന്റ് NTA radar system നോക്കിയിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതേ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ we can start with the block diagram. ഒരു നോൺ കോഹറന്റ് NTA radar systemത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്തുണ്ട്? നമ്മളൊരു പവർ ഓസിലേറ്റർ, അതിനെ മോഡുലേറ്റർ ഉണ്ട്, അതിനെ ഓസിലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ഡ്യൂപ്ലെക്സർ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി അതേ ഡ്യൂപ്ലെക്സർ വഴി നമ്മൾ ആ സിഗ്നൽ കിട്ടുന്ന എക്കോസിനെ നമ്മൾ റിസീവ് ചെയ്ത് മിക്സറിലേക്ക് കൊടുക്കും. നമുക്ക് ഒരു റെഫറൻസ് സിഗ്നൽ അല്ലെങ്കിൽ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഈ കിട്ടിയ സിഗ്നലിനെ RF ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ സിഗ്നലിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് മൂവിങ് ആണോ അതോ സ്റ്റേഷനറി ടാർഗറ്റ് ആണോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻ ഷോർട്ട് ആ ബ്ലോക്ക് ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് തിയോറിയിലേക്ക് പോവാം. ദ കോമ്പോസിറ്റ് എക്കോ സിഗ്നൽ ഫ്രം ദ മൂവിങ് ടാർഗറ്റ്, അതായത് നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്കോ സിഗ്നൽ, അതായത് മൂവിങ് ടാർഗറ്റിൽ നിന്ന് കിട്ടുന്ന എക്കോ സിഗ്നൽ ആൻഡ് ദ ഫ്ലട്ടർ ഫ്ലക്ച്വേറ്റ്സ് ഇൻ ബോത്ത് ഫേസ് ആസ് വെൽ ആസ് ആംപ്ലിറ്റ്യൂഡ്. It is possible to use the amplitude fluctuation to recognize the Doppler component produced by the moving target. So ഈ കിട്ടുന്ന സിഗ്നലിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? ഫേസും ആംപ്ലിറ്റ്യൂഡ് ഫ്ലക്ച്വേഷൻസും ഉണ്ടാവും. ഈ ഫ്ലക്ച്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് അനലൈസ് ചെയ്യുന്നത്? നമ്മൾ അതിനകത്തുള്ള ഡോപ്ലർ ഷിഫ്റ്റ് അനലൈസ് ചെയ്യുന്നത്. And this NTA radar uses amplitude instead of phase fluctuations called non-coherent, externally coherent. In this system, amplitude fluctuations are removed by the amplitude detector. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടർ യൂസ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡിനകത്തുള്ള വേരിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ആൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റഡാർ മേ ബി കോൾഡ് നോൺ കോഹറന്റ് NTA. It depends upon a reference signal at the radar receiver that is coherent with the transmit signal. It depends upon the reference signal at the radar. In the reference signal എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. Okay, that is in coherent with the transmitter signal. The non-coherent NTA radar does not require any internal coherent reference signal or the phase detector as does in the coherent form of NTA. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച മൂവിങ് ടാർഗറ്റ് ഇൻഡിക്കേറ്റർ, അതായത് കോഹറന്റ് NTA റഡാറിനകത്ത് ഇന്റേണലി ഇതിനകത്ത് തന്നെ ഒരു സെയിം റെഫറൻസ് സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. പക്ഷേ അത് കൊടുക്കുന്നത് എപ്പോഴായിരുന്നു? രണ്ടിന്റെയും സിഗ്നൽ കോഹറൻസ്, അതായത് രണ്ടിന്റെയും ഫേസ് സെയിം ആവുമ്പോൾ അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കൊടുത്തത്. പക്ഷെ ഇപ്പൊ കോഹറന്റ് സിസ്റ്റം അല്ലല്ലോ നമ്മൾ നോക്കുന്നത്, നോൺ കോഹറന്റ് അല്ലേ. സോ ഫേസിനകത്ത് വലിയ കാര്യമില്ല. സോ നമുക്ക് ആ ഫേസ് സെയിം ആവണം എന്നില്ല. സോ ഇന്റേണൽ ആയിട്ടുള്ള സർക്യൂട്ടിൽ കൊടുക്കുന്നില്ല, റെഫറൻസ് സിഗ്നൽ കൊടുക്കാറില്ല. ഓക്കെ, ഇനി the detector following intermediate frequency amplifier is the conventional amplitude detector, and the phase detector is not used since phase information is of no interest to the non-coherent radar. And the local oscillator of the non-coherent radar does not have to be frequency stable as in the coherent NTA system. The transmitter must be sufficiently stable over the pulse duration to prevent beats between the overlapping ground clutter. So the output of the amplitude detector is followed by NTA processors such as a delay line canceller. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കിട്ടിയ ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഏതിലേക്ക് കൊടുക്കും? ആ ഒരു മൂവിംഗ് ടാർഗറ്റ് ഇൻഡിക്കേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലേ ലൈൻ ക്യാൻസലറിലേക്ക് കൊടുക്കും. The advantage of non-coherent NTA is its simplicity, hence it is attractive for those applications where space and weight are limited. Its chief limitation is that target moving must be in presence of relatively large clutter signals if the moving target detection is to take place, and clutter echoes may not always be present over the range at which detection is desired. If the radar is stationary, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ a map of the clutter might be stored in digital memory and used to determine whether and when to switch in or out the non-coherent NTA. Okay, so major principle ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ക്ലട്ടർ തന്നെയാണ് നമ്മുടെ ഈ നോൺ കോഹറന്റ് NTA റഡാർ സിസ്റ്റത്തിനകത്ത് ക്ലട്ടർ തന്നെയാണ് റെഫറൻസ് സിഗ്നൽ. ക്ലട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ there is no, അതിനകത്ത് പ്രത്യേകിച്ച് ഡിറ്റക്ഷൻ ഒന്നും റൈസ് ചെയ്യില്ല. ഓക്കെ, സോ ക്ലട്ടർ എന്താണ്? അൺവാണ്ടഡ് നോയ്സ് ഫ്രം sea, land and water.
സോ ഇത് തന്നെയാണ് നമ്മുടെ റെഫറൻസ് സിഗ്നൽ എന്ന് പറയുന്നത്. പിന്നെ ഓർത്തു വെച്ചേക്കേണ്ട കാര്യം എന്താണ്? It compares both the transmitter and receiver amplitude and optimizes the frequency and is given to the delay line canceller. And it uses only amplitude fluctuations മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നോൺ കോഹറന്റ് എംടി റഡാറിൽ നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.